ഇന്നത്തെ സ്പെഷ്യൽ വഴുതനങ്ങ കൊണ്ടുള്ള ബജി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ വഴുതനങ്ങ കൊണ്ടുള്ള ബജിയാണ്. കായ ബജി പോലെ തന്നെയാണ്. ഇതിന് കനം കുറച്ച് ചെത്തിയെടുക്കുക, കായ ചെത്തണ പോലെ തന്നെ. കനം കുറച്ചൊക്കെ ചെത്തിയെടുത്തു. ഇനി കുറച്ച് കടലമാവ് ആവശ്യത്തിന് ഇടുക. അത് കഴിഞ്ഞൊരു 2 ടീസ്പൂണ് മുളക് പൊടി ഇടുക. കാശ്മീരി ഒന്നല്ല, നല്ല മുളക് പൊടിയാണ്. കുറച്ച് കായം പൊടി ഇടുക. ലേശം സോഡക്കാരിടണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. ഇപ്പം ഇതെല്ലാതും കൂടി നല്ല യോജിപ്പിച്ചെടുക്കുക. അധികം കട്ടി കുറയ്ക്കരുത്. പാകത്തിനുള്ള കട്ടിയിൽ അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നന്നായി യോജിപ്പിച്ച് എടുക്കുക. ഇപ്പോൾ ബജി ഉണ്ടാക്കുന്ന കൂട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിപ്പോൾ അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ഇതിലൊന്നുമില്ല. വഴുതനങ്ങ കൊണ്ടാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കട്ടിയിലെടുക്കുക. അപ്പോൾ മാവൊക്കെ കലക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ കായുമ്പോൾ മാവിൽ മുക്കി ഓരോ വഴുതനങ്ങ ഇടാം. ഇത് നല്ല നീളത്തിലുള്ള വഴുതനങ്ങ, അപ്പോൾ കായബജി പോലെ ഇരിക്കും. ഇതേപോലെ ചക്കമടലുണ്ട്, ചക്കച്ചുളമുണ്ട് ഒക്കെ ബജി ഉണ്ടാക്കും. ഒക്കെ നല്ല ടേസ്റ്റാണ്. ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചക്കമടൽ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. മുളക് ബജി ആകുമ്പോൾ കുറച്ച് എരിവ് കുറയ്ക്കണം. അല്ലെങ്കിൽ മുളകിൻ്റെ എരിവും ഈ മാവിൻ്റെ എരിവും എല്ലാം കൂടി ആകുമ്പോൾ എരിവ് കൂടും. ഗ്യാസ് കൂട്ടിയിട്ടിട്ട് വേണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുടിക്കും. ഇതുപോലത്തെ തോലെടുക്കരുത്, അപ്പോൾ അതുമ്പോൾ മാവ് പിടിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പുറം മൊരിഞ്ഞു. അപ്പോൾ ഇനി നമുക്കത് മറിച്ചിടാം. ഇതിലിപ്പോൾ കാശ്മീരി മുളകൊന്നല്ല, അത് കാരണം ഇതിൻ്റെ കളർഫുള്ളല്ല. ഇത്ര കളറേ കിട്ടുള്ളൂ. കാശ്മീരി മുളകൊക്കെ ആകുമ്പോഴാണ് നല്ല കളർ കിട്ടുക. അപ്പോൾ ബജി 2 പുറം മൊരിഞ്ഞു. ഇനി നമുക്കത് കോരിയെടുക്കാം. അപ്പം ഇതാണ് ഞങ്ങളുടെ വഴുതനങ്ങ കൊണ്ടുള്ള ബജി. ഇത് ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കുറച്ച് മുളക് പൊടിയൊക്കെ കൂടുതലിടും. നല്ല ചൂടാടെ മോനെ, ചൂടാറിയതെടുക്കാം കേട്ടോ. നോക്കട്ടെ. ഇത് ചൂടാറിയതാ. ഇത് നോക്കിയേ മോൻ, ടേസ്റ്റ് ഉണ്ടോ നോക്കിയേ. എങ്ങനെയുണ്ട്? സൂപ്പറായ. അപ്പോൾ വഴുതന ബജി ഉണ്ടാക്കാത്തവർ ട്രൈ ചെയ്യണം.